ദൃശ്യം 3 സിനിമ തിയേറ്ററിൽ വലിയൊരു ഹിറ്റ് തന്നെ ആയിരുന്നു. പക്ഷേ സിനിമ അറിയും മിക്കയിടത്തും ഒരു മിക്സഡ് ആയിട്ടുള്ള റിവ്യൂസ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. സിനിമ മലയാളികൾ മാത്രമല്ല, ഓൾ ഇന്ത്യ തന്നെ വെയിറ്റ് ചെയ്ത ഒരു മൂന്നാം ഭാഗം കൂടിയായിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ ഹിന്ദി പതിപ്പിൻ്റെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റും പുറത്ത് വന്നിട്ടുണ്ട്. ഒക്ടോബർ മാസം 2-ാം തീയതിയായിരിക്കും സിനിമ വേൾഡ് വൈഡ് റിലീസിനെത്താൻ പോകുന്നത്. ഇപ്പോഴത്തെ സിനിമയിൽ നിന്ന് വേറൊരു അപ്ഡേറ്റ് പുറത്ത് വന്നിരിക്കുവാണ്. വേറെ ഒന്നുമല്ല, ഈ ഒരു സീരീസ് ഇന്നും തീരാൻ ഒരു താല്പര്യമില്ലെന്നാണ് തോന്നുന്നത് സിനിമയുടെ സംവിധായകനും പ്രൊഡ്യൂസറിനും. സിനിമയുടെ 4-ാം ഭാഗം അങ്ങനെ ഉണ്ടാവുമെന്ന് ഒഫീഷ്യൽ കൺഫേം ചെയ്തിരിക്കുകയാണ്. സംവിധായകനല്ല, സിനിമയുടെ പ്രൊഡ്യൂസറായ ആൻ്റണി പെരുമ്പാവൂറാണ് സിനിമയ്ക്ക് ഒരു 4-ാം ഭാഗം വരും എന്ന് ഒഫീഷ്യൽ കൺഫേം ചെയ്തിരിക്കുന്നത്. ഇപ്പോഴേ ഇഷ്ടംപോലെ ട്രോൾസ് വരുന്നുണ്ട്. ആ ഒരു ഗിഫർ ഇറങ്ങിയിട്ടുണ്ട്, കുഴിക്കിടക്കുന്ന വരൻ എഴുന്നേറ്റാണ് ഇവർ ചീത്ത വിളിക്കുന്നത്. ഒരു കാലത്ത് ഇമ്രാഷിമിൻ്റെ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി മാത്രം ഇന്ത്യ ഫുള്ളും തന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. അതിൽ നമ്മുടെ കേരളം പെടും. പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരൻ്റെ സ്റ്റൈൽ എവിടെ മിസ്സായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവരപ്പം വഴി പുള്ളിക്കാരൻ തിരിച്ച് വന്നിരിക്കുവാണ്. പക്ഷേ അത് കഴിഞ്ഞ ശേഷം ഗൺ മാസ്റ്റർ എന്ന സിനിമയുടെ അനൗൺസ്മെൻറ്റും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത്ര വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഹിന്ദി പ്രദേശങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഈ ആന്ധ്ര, തെലുങ്കാന, പിന്നെ തമിഴ്നാട്, കേരളം പോലത്തെ സ്റ്റേറ്റിൽ ഇതുവരെയും ആരും തന്നെ മിക്കവർക്കും അറിയത്തില്ല. പക്ഷേ പുള്ളിക്കാരനെ ഫോളോ ചെയ്യുന്ന മിക്കവർക്കും അറിയാം. ഇപ്പോൾ പതിയെ പുള്ളിക്കാരൻ്റെ പഴയ പ്രതാപമൊക്കെ തിരിച്ച് വരുന്നുണ്ട്. ഇതുവഴി കൂടെ ഇബ്രാഹിമിയും നമ്മുടെ പഴയ ഹിമേഷ് രശ്മിയും വീണ്ടും ഒന്നിക്കുവാണ്. സിനിമയുടെ ടീസർ നാളെ ആയിരിക്കും പുറത്തു വിടാൻ പോകുന്നത്. അതിനുവേണ്ടി നല്ല കട്ട വെയിറ്റിംഗ് ആണ്. തെലുങ്കിൽ നിന്നും റിലീസിന് എത്തിയിട്ടുള്ള ഒരു സോംബി സിനിമയായിരുന്നു സോംബി റെഡ്ഡി. സിനിമ അന്ന് ഒരു ഹിറ്റ് തന്നെയായിരുന്നു. ഇപ്പോൾ ഏത് സിനിമയ്ക്ക് 2-ാം ഭാഗം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സോംബി റെഡ്ഡി നെക്സ്റ്റ് ലെവൽ എന്നാണ് സിനിമയുടെ പേര്. ഇപ്പോൾ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ ഉപേന്ദ്ര എത്തണമെന്ന് ഇപ്പോൾ സിനിമയെ വഴി ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതേപോലത്തെ ഒരു ഫാൻറ്റസി ലെവലിൽ കൈകാര്യം ചെയ്യാൻ ഇങ്ങനെ മാത്രമുള്ളെന്ന് തോന്നുന്നു തെലുങ്കിലൊക്കെ. അതും വലിയ സ്കെയിലിലാണ് വരുന്നത്. ഹൈദരാബാദ് ഫുള്ള് ഉൾപ്പെടെ സോംബിയായിട്ടൊക്കെ മാറുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഈ ചെറിയ ഗ്ലിംസ് കാണിച്ചിരിക്കുന്നത്. എന്തരാവോ എന്തോ.